നമസ്കാരം. ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം വെല്ലുവിളി നേരിടുന്ന കാലം കൂടിയാണിത്. ഇന്ത്യയും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ബഹുദൂരം പിന്നോട്ട് പോയി എന്നാണ് ഇത് സംബന്ധിച്ച സൂചികകൾ വ്യക്തമാക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം അടിസ്ഥാന അവകാശമാണെന്ന് ജനങ്ങളെയും സർക്കാരിനെയും ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ദിനത്തിൻ്റെ ഉദ്ദേശം. 1991 യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസിന്റെ ശുപാർശയെ തുടർന്ന് 1993 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിലാണ് എല്ലാ വർഷവും മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 1994 ആദ്യത്തെ പത്രസ്വാതന്ത്ര്യ ദിനം ആചരിച്ചത്. എ പ്രസ് ഫോർ ദ പ്ലാനറ്റ്, പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലെ മാധ്യമ പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പത്രസ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം. നിലവിലെ ആഗോള പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പത്രപ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിനം സമർപ്പിക്കുന്നു. കർത്തവ്യ നിർവഹണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകരെ സ്മരിക്കുകയും ആദരിക്കുകയും കൂടിയാണ് ഈ ദിവസം. ഗസയിലെ സംഘർഷം, യുക്രൈനിലെ യുദ്ധം തുടങ്ങി ലോകം സംഘർഷങ്ങൾ കണ്ട കഴിഞ്ഞ വർഷത്തിൽ ആഗോളതലത്തിൽ 99 മാധ്യമപ്രവർത്തകർ വിവിധ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടു. 2022 അപേക്ഷിച്ച് 44% വർധനവാണ് ഈ കണക്ക്. 2015 ശേഷമുള്ള ഏറ്റവും ഉയർന്ന എണ്ണവും. മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉൾപ്പെടെ 100 മുകളിൽ പേർക്കാണ് ഗസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായത്. 2014 മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നെന്നോ 140. 2024 19 സ്ഥാനം കൂടി പിന്നോട്ട് പോയി, 159. സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് അപകടകരമായ രാജ്യമായി ഇന്ത്യ മാറുകയാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. AI അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ വളർച്ച വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള എളുപ്പവഴിയായി മാറിയതും പുതിയ കാലത്തെ വെല്ലുവിളിയാണ്.